വെൽക്കം ബാക്ക് ടു സേറാസ് വ്ലോഗ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമുള്ള സ്നോ സിറ്റിയിലോട്ടാണ്. ബാംഗ്ലൂർ സ്നോ സിറ്റി അല്ല, മൈസൂർ സ്നോ സിറ്റിയാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പോയി നോക്കാം. ഇതിലും ഇതേ സമയത്ത് ഞാൻ വേറൊരു സ്നോ സിറ്റി പോയിട്ടുണ്ട്. അത് തൃശ്ശൂർ സ്നോ സിറ്റിയിലായിരുന്നു. അതിന് എനിക്ക് ഇച്ചിരി വയസ്സ് കുറവായിരുന്നു ഫ്രണ്ട്സ്. എന്നാലും നമുക്ക് ഈ സ്നോ സിറ്റി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നല്ല ഭംഗിയായിരിക്കും, നമുക്ക് നോക്കാം ഫ്രണ്ട്സ്. മോർണിംഗ് 10 തൊട്ട് നൈറ്റ് 8 വരെയാണ് ഇവിടുത്തെ ടൈമിംഗ്. ഓരോ ഷോയും 45 മിനിറ്റ്സ് വരെയാണ് ഉള്ളത്. ഞാൻ അതിനുള്ള എത്ര മിനിറ്റ്സ് നിൽക്കുമെന്ന് അറിയില്ല, അത്രയ്ക്കും തണുപ്പാണ് അവിടെ ഫ്രണ്ട്സ്. എൻ്റെ ചേട്ടൻ അവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ഫ്രണ്ട്സ്. എത്ര രൂപയാണെന്ന് നമുക്ക് പോയി നോക്കിയിട്ട് വരാം. ഒരാൾക്ക് 550 റുപ്പീസാണ്. നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തു നിന്ന് തന്നെ ഒരു സോക്സും വാങ്ങണം. അങ്ങനെ നമ്മളിവിടെ കയറി ഇനി നമുക്കിവിടെ ഷൂ ഒക്കെ ഊരി കവർ വെച്ചിട്ട് ലോക്കറിൽ കൊടുക്കണം. അകത്തോട്ട് കൊണ്ടുവന്ന ഫോണിന് നമ്മൾ പൈസ അടച്ചിട്ട് പിന്നെ ബാക്കിയുള്ള ഫോൺ ഫുൾ അവിടെ കൊടുത്തിട്ട് വേണം അകത്തോട്ട് പോകാൻ. കഴിഞ്ഞ വർഷം നമ്മൾ തൃശ്ശൂർ സ്നോ സിറ്റി പോയായിരുന്നു. അവിടെ ഞാൻ 10 മിനിറ്റ്സ് ആയപ്പോൾ തന്നെ തണുത്ത് അവിടെ ഞാൻ ഇറങ്ങി. അകത്തോട്ട് കയറിയപ്പോൾ ഇതേപോലത്തെ ഒരു ചെയർ പോലത്തെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനവിടെ കയറിയിരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇങ്ങോട്ട് കയറിയതിന് മുമ്പ് ഒരു ഷൂ ഒക്കെ തരും. ഇനി നമ്മൾ ആദ്യം ഇട്ടിട്ട് വേണം അകത്തോട്ട് കയറാൻ. എല്ലാവരും അവിടുന്ന് ഷൂ ഒക്കെ വാങ്ങുന്നുണ്ട്. നമുക്ക് പോയി ഷൂ വാങ്ങാം. ഇതാണ് മമ്മിക്ക് കിട്ടിയ ഷൂ, ഇതാണ് എനിക്ക് കിട്ടിയ ഷൂ. നല്ലൊരു പിങ്ക് കളറുള്ള ഷൂ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഫ്രണ്ട്സ്? ഞാൻ ഈ ഷൂ ഇട്ടിട്ട് എനിക്ക് ഭയങ്കര ടൈറ്റായി തോന്നുന്നത്, അതുകൊണ്ട് ഞാൻ വേറെ ഒരു ഷൂ വാങ്ങിയിട്ടു. അടുത്തത് ഇവിടെ ജാക്കറ്റ് കൊടുക്കാൻ വേണ്ടി തുടങ്ങി. നമുക്ക് പോയി ജാക്കറ്റ് വാങ്ങാം. നമ്മൾ ജാക്കറ്റ് മേടിച്ചു. ഫസ്റ്റ് ഇട്ട ജാക്കറ്റ് എനിക്ക് കറക്റ്റ് ആയിരുന്നില്ല, അങ്ങനെ മാറി മാറിയിട്ട് അവസാനം ചേരുന്ന ജാക്കറ്റ് ഇട്ടു. അടുത്തത് നമ്മൾ ഗ്ലൗസ് മേടിക്കാനാണ് പോയത്. എനിക്ക് അവിടെ നിന്ന് നല്ലൊരു ഗ്ലൗസൊക്കെ കിട്ടി ഫ്രണ്ട്സ്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നമ്മൾ സ്നോ സിറ്റിയിലോട്ട് കയറാൻ പോവാണ്. അങ്ങനെ നമ്മൾ സ്നോ സിറ്റിയിലോട്ട് കയറാൻ പോവാണ്. മമ്മിൻ്റെ കൈയൊക്കെ വീട്ടിൽ ഞാൻ ഓടി ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ട്. ഇവിടെ എത്തുമ്പോൾ തന്നെ തണുപ്പൊക്കെ മൂക്കിലോട്ടും നന്നായി തണുക്കുന്നൊക്കെ ഉണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ അകത്തെ കാര്യം നിങ്ങളോട് ഞാൻ പറയണ്ടല്ലോ, ഭയങ്കര തണുപ്പായിരിക്കും. നിങ്ങൾ എന്നെ പോയി കണ്ടിട്ട് വരൂ. ഒരു ചേച്ചിയാണെങ്കിൽ സ്നോ സിറ്റിയിലോട്ട് കയറാൻ നേരത്തെ തലയിൽ ജാക്കറ്റ് ഒന്നും ഇടാണ്ടാണ് കയറുന്നത്. ആ സ്നോ സിറ്റിൻ്റെ സോങ് ഒക്കെ കേൾക്കുന്നുണ്ട്. അതേ നമ്മളിത് സ്നോ സിറ്റിൻ്റെ ഡോറൊക്കെ തുറന്നു. ഇനി നമുക്ക് അകത്തോട്ട് കയറാം. ഭയങ്കര തണുപ്പാണ് ഫ്രണ്ട്സ്. അവിടെ സ്ലൈഡൊക്കെ ഉണ്ട്. ഞാൻ കുറേ ഇരുന്ന് കളിച്ചു. നമ്മൾ ഫസ്റ്റ് ഇഗ്ലോസിൻ്റെ ഉള്ളിലോട്ട് കയറുന്നില്ല, അത് കാരണം ഭയങ്കര തിരക്കാണ് അവിടെ. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കയറാമെന്ന് കരുതി. കുറേ പേര് അവിടെ ഇരുന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഞാൻ ആ കാണുന്ന സ്ലൈഡിൽ കൂടെ വരും ഫ്രണ്ട്സ്. ഇപ്പോൾ ഞാൻ ആ സ്ലൈഡിലൊക്കെ കയറാൻ പോവാണ്. എനിക്ക് ഭയങ്കര പേടിയാവുന്നുണ്ട്. ഫസ്റ്റ് ഒരു ചേട്ടൻ നല്ല സൂപ്പറായി വന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു ഫ്രണ്ട്സ്. സെക്കൻഡ് ഒരു ചേട്ടൻ വന്നു, പക്ഷേ ചേട്ടന് വീട്ടിൽ കൊണ്ട് ആ സ്ലൈഡ് വർക്കായില്ല ഫ്രണ്ട്സ്. മൂന്നാമത് വരുന്നത് ആരാന്ന് നിങ്ങൾക്ക് അറിയണ്ടല്ലോ, ഞാനാണ് ഫ്രണ്ട്സ് മൂന്നാമത് വരുന്നത്. ഞാൻ വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം ഫ്രണ്ട്സ്. ഒരു നിലവിളി ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം. പേടിച്ചിട്ടാണ് ഫ്രണ്ട്സ് വന്നത്.
നല്ല ഹാപ്പി ആയിരുന്നു ഫ്രണ്ട്സ്. ഇനി നമുക്ക് സ്നോ സിറ്റിൻ്റെ ഉള്ളിൽ ഫുള്ള് കറങ്ങി ഇരുന്നു ഡാൻസ് ഒക്കെ വെച്ച് കളിക്കാം ഫ്രണ്ട്സ്. -5 ഡിഗ്രി ആയിരുന്നു ഇതിൻ്റെ ടെമ്പറേച്ചർ. എൻ്റെ ജാക്കറ്റ് ഒന്നും എനിക്ക് ഫിറ്റ് ആവുന്നില്ലായിരുന്നു. ആ ഇടയ്ക്ക് എനിക്ക് ഗ്ലൗസൊക്കെ ഊരിപ്പോയി ഫ്രണ്ട്സ്. ആ നേരത്ത് ഞാൻ ഇഗ്ലോസിലൊക്കെ പോവാമെന്ന് പറയുന്നുണ്ട്. ഇഗ്ലോസിൻ്റെ അകത്തുള്ള തിരക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് ഇഗ്ലോസിലോട്ട് പോവാം. അപ്പോൾ ആ സമയത്ത് ഷേപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഇഗ്ലോസിൻ്റെ അകത്തോട്ട് പോയി. ഇച്ചിരി പേര് അവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. നിൽക്കുന്നു ഒക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പം നമുക്ക് ഇഗ്ലോസിൻ്റെ അകത്ത് പോയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം. ഇതിൻ്റെ അകത്തൊരു ബ്രിഡ്ജ് ഉണ്ട് ഫ്രണ്ട്സ്. അതിന് മുകളിൽ നിന്നിട്ടുള്ളൊരു വ്യൂ ആണ്. നമ്മുടെ ഇഗ്ലോസ് ഒക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. നല്ല ഭംഗിയുണ്ട്. ആളുകളൊക്കെ അവിടെ നിന്ന് ബോളൊക്കെ കളിക്കുന്നുണ്ട്. പിങ്ക് ഉണ്ട്, യെല്ലോ ഉണ്ട്, നല്ല കളർഫുൾ ബോളൊക്കെ ഉണ്ട്. ഞാൻ അതിലൊന്നും കളിച്ചില്ല. ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത്. ഈ സംഭവം എന്താണെന്നൊന്നും എനിക്ക് ഫസ്റ്റ് മനസ്സിലായില്ല. പിന്നെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഫ്രണ്ട്സ് ഇതെന്തുവാന്ന്. അങ്ങനെ അവിടെ കളിച്ചോണ്ടിരിക്കുന്ന നേരത്താണ് അതിശക്തമായിട്ട് കുറേ സ്നോ ഇങ്ങോട്ട് വന്നത്. എനിക്ക് മമ്മിയോട് ഓടാനും പറ്റിയില്ല. ഫുള്ള് സ്നോയിൻ്റെ മേത്തോട്ട് വന്നു വീണു ഫ്രണ്ട്സ്. പിന്നെ ഞാൻ കറച്ചായി, ഫുള്ള് കറച്ചായി കേട്ടോ. അവിടെ ഞങ്ങൾ പ്രതീക്ഷിക്കാണ്ടിരുന്ന നേരത്താണ് മഞ്ഞ് വീണത്. മമ്മിക്ക് ഫോണിലോട്ട് മഞ്ഞ് വീഴുന്നതുകൊണ്ട് അവിടുന്ന് അത് തീരാറായപ്പോൾ എടുത്ത വീഡിയോ ആണ് ഫ്രണ്ട്സ് ഇത്. ഈ സൈഡിൽ കയറുന്ന ചെറിയ റൂമിൽ മമ്മീനെ കേട്ടിരുത്തി. അവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടുന്ന് കോഫി വാങ്ങാൻ നേരത്താണ് മമ്മി ഗൂഗിൾ പേ ഉള്ള ഫോണല്ല കൊണ്ടുവന്നതെന്ന് മനസ്സിലായത്. അതുകൊണ്ട് കോഫി വാങ്ങാൻ പറ്റിയില്ല. ഞാൻ ആ റൂമിൽ വിറച്ചിരിക്കാണ് ഫ്രണ്ട്സ്. പെട്ടെന്ന് സ്നോ സിറ്റിയിലെ ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ട് കളർ ലൈറ്റ് ഇട്ട് നല്ല പാട്ടൊക്കെ വെച്ച് ആൾക്കാർ ഡാൻസ് ഒക്കെ കളിക്കാൻ തുടങ്ങി ഫ്രണ്ട്സ്. ഇതിൻ്റെ വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് എനിക്ക് ഇച്ചിരി നേരം കൂടെ അവിടെ തണുത്ത് വിറച്ചിരിക്കേണ്ട വന്നു ഫ്രണ്ട്സ്. അങ്ങനെ പാട്ട് കേട്ടപ്പോൾ എനിക്ക് ഡാൻസ് കളിക്കാനൊക്കെ തോന്നി. അങ്ങനെ ഞാൻ വെളിയിൽ വന്നപ്പോൾ എനിക്ക് ശരിക്കും നടക്കാൻ നല്ലതായിരുന്നു. 45 മിനിറ്റ്സ് ആവുമ്പോൾ തന്നെ ഞങ്ങൾ വെളിയിലിറങ്ങി. ചാളോ സ്നോ സിറ്റി കയറിയത്. അതുകൊണ്ട് പപ്പേനെ ഒരുപാട് വരക്ക് പറഞ്ഞു. ജാക്കറ്റൊക്കെ കൊടുക്കേണ്ട സ്ഥലത്ത് തന്നെ കൊടുത്തിട്ട് അതിനുള്ളിലൊരു കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു ഫ്രണ്ട്സ്. അവിടെ നമ്മൾ ഇച്ചിരി കോഫിയൊക്കെ വാങ്ങി കുടിച്ചു. നല്ല കോഫി ആയിരുന്നു. ഇനി ഇവിടുന്ന് നമ്മൾ പോകുന്നത് അണ്ടർ വാട്ടർ സൂവിലോട്ടാണ്. അവിടെ നമ്മൾ ഫിഷിനെ കാണാൻ പോവാണ്. വലിയൊരു ഫിഷിൻ്റെ രൂപത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള അണ്ടർ വാട്ടർ സൂ ആണിത്. നേരെ ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോവാം. വലിയവർക്ക് 199 റുപ്പീസാണ്, കുട്ടികൾക്ക് 149 റുപ്പീസാണ്. ഐഫോൺ ചാർജ് പോയി ഓഫായിപ്പോയി ഫ്രണ്ട്സ്. അതുകൊണ്ട് വേറെ ഒരു ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് ഇച്ചിരി ക്ലാരിറ്റി ഇല്ല. ഫിഷിന് തീറ്റ കൊടുക്കുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു. ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തു നിന്ന് തന്നെ അതിന് പൈസ കൊടുത്തിട്ട് അത് വാങ്ങണമായിരുന്നു. മമ്മി അത് വാങ്ങിയില്ല. അതുകൊണ്ട് ഞാൻ ഇച്ചിരി മൂഡ് ഓഫിലാണ് വരുന്നത്. ഇവിടെ കുറേ സൈഡിൽ വെറൈറ്റി ഫിഷിനെ വെച്ചിട്ടുണ്ട്. ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഫ്രണ്ട്സ്. ഇവിടെ അത് കഴിഞ്ഞിട്ട് ഒരു ഫിഷിന് വലിയൊരു വായുണ്ട്. അവിടെ നിന്ന്
നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇച്ചിരി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു ഫ്രണ്ട്സ്. അടുത്തതായിട്ട് കാണുന്നത് ഒരു ഗ്ലാസ്സിനകത്ത് കളറൊക്കെ ഇട്ടിട്ട് ഫിഷുകളുടെ ഒക്കെ കൊണ്ട് അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് അത് കാണാൻ. കാഴ്ചകളൊക്കെ എത്ര കണ്ടാലും മതി വരില്ല ഫ്രണ്ട്സ്, അത്രയ്ക്ക് അടിപൊളിയാണ്. ഞാൻ ഇവിടെ തന്നെ കുറേ ടൈം സ്പെൻഡ് ചെയ്തു. അടുത്തത് ജെല്ലി ഫിഷ് ആണ് ഫ്രണ്ട്സ്. നല്ല ഭംഗിയുണ്ട് കാണാൻ, അടിപൊളിയാണ് അത്. അടുത്തിട്ട് നമ്മൾ കാണുന്നത് ആമകളിനെയാണ്. ആമകളുടെ വെള്ളത്തിൽ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. 5-6 ആമയൊക്കെ ഉണ്ട്. ക്യാമറ എത്ര അടുത്ത് കൊണ്ടുപോയിട്ടും അവർക്കൊരു അനക്കവും ഇല്ല. പിന്നെ അടുത്തിട്ട് കളർ ഫിഷാണ്. ഈ ഫിഷൊക്കെ ഞങ്ങൾ വീട്ടിൽ വളർത്തിയിട്ടുള്ളതാണ്. പിന്നെ കുറേ ഫിഷ് മണ്ടയിൽ ഇങ്ങനെ കളറായിട്ടുള്ളതും വലുതും ചെറുതും ഒക്കെ ഉണ്ട് ഫ്രണ്ട്സ്. അടിപൊളിയാണ് ഇത് കാണാൻ. നമ്മളിങ്ങനെ നടക്കുന്നിടത്ത് 3 സൈഡിൽ നിന്ന് ഫിഷുകൾ ഇങ്ങനെ നീന്തി ഓടി കളിക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഫ്രണ്ട്സ്. ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. കുറേ വെറൈറ്റി ഒക്കെ ഫിഷൊക്കെ ഉണ്ട്. നമ്മൾ ക്യാമറ അടുത്തോട്ട് കൊണ്ടു ചെല്ലുമ്പോൾ അവർക്ക് തന്നെ പോസൊക്കെ ചെയ്ത് അങ്ങോട്ട് നോക്കുന്നതൊക്കെ പോലെ നമുക്ക് തോന്നും. ഇത് നമ്മൾ കാണുന്നത് സ്റ്റാർ ഫിഷിൻ്റെയാണ്. അടിപൊളിയാണ് സ്റ്റാർ ഫിഷും കാണാൻ. നമ്മൾ ഫിഷിന് തീറ്റ കൊടുക്കുന്ന സ്ഥലത്തൊക്കെ പോവാണ് ഫ്രണ്ട്സ്. അതൊക്കെ അടിപൊളിയാണ്. എന്നിട്ട് ഭയങ്കര റെഡ് യെല്ലോ എന്ന് പറഞ്ഞ കുറേ ഫിഷുകൾ അവിടെ ഉണ്ട്. അടുത്ത ഫിഷിനൊന്നും തൊടലെന്ന് പറയുന്നുണ്ട്. എന്നാലും കുറേ പേര് തീറ്റ കൊടുത്തിട്ട് ഫിഷിനൊക്കെ തൊടുന്നുണ്ട്. തീറ്റ ഇട്ട് കൊടുക്കുമ്പോൾ ഫിഷൊക്കെ നമ്മുടെ അടുത്തോട്ട് ഓടി വരും. ഞാനിട്ട് കൊടുത്ത സമയത്ത് കുറേ ഫിഷിന് വട്ടം കൂടി ഫ്രണ്ട്സ്. അണ്ടർ വാട്ടർ ടണലിൽ കുറേ വെറൈറ്റി ഫിഷൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ അതിനൊന്നും ക്യാമറയിൽ കാണിച്ചിട്ടില്ല. ഇത് കണ്ടോ, വേറൊരു മീൻ വന്നിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് പോസ് ചെയ്തു. ആ നേരത്ത് വേറൊരു മീനും കൂടെ വന്ന് പോസ് ചെയ്തു കേട്ടോ. അടിപൊളിയായിരുന്നു. എല്ലാ മീനുകൾക്കും നമ്മൾ ക്യാമറയിൽ കാണിക്കുമ്പോൾ അവർ വന്ന് പോസ് ചെയ്യാണ് ഫ്രണ്ട്സ്. ഫിഷിന് തീറ്റ വാങ്ങാത്തതുകൊണ്ട് ഞാൻ കുറേ കരഞ്ഞു. അതുകൊണ്ട് അമ്മി വേഗം പോയിട്ട് ഫിഷിന് തീറ്റയൊക്കെ വാങ്ങിയിട്ട് വന്നു. ആ തീറ്റ നമുക്ക് അതിന് വേണ്ടി കൊടുത്തിട്ട് വരാം. അങ്ങനെ ഞാൻ ഫിഷിന് തീറ്റയൊക്കെ കൊടുത്ത് എനിക്ക് ഭയങ്കര ഹാപ്പിയായി ഫ്രണ്ട്സ്. ഇനി ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് വേഗം ഇറങ്ങാം. സമയം 6 മണിയായി. 5 മണിക്ക് റൂം വെക്കേറ്റ് ചെയ്യേണ്ടതായിരുന്നു. നമുക്ക് വേഗം പോയി സാധനങ്ങളൊക്കെ എടുത്ത് റൂം വെക്കേറ്റ് ചെയ്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകണം. നിങ്ങളുടെ തൊട്ടടുത്ത എവിടെയെങ്കിലും അണ്ടർ വാട്ടർ സൂ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പോയി ഒന്ന് കണ്ടിട്ട് വരണം. പിന്നെ മൈസൂർ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും പോയി കാണണം. നല്ല ഭംഗിയാണ്, അടിപൊളിയാണ്. ഇത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.